Hi friends, welcome to our channel. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെയർ കളറിന്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിൽ ഒത്തിരി പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഹെയർ കളർ ഒന്ന് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ പാർലറിൽ പോയാൽ ചെയ്യാൻ മടിയുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഹെയറിന് കളർ ചെയ്താൽ ചേരുമോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെ നമ്മുടെ ഹെയർ കളറിന് അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ടൈപ്പിന് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഹെയർ കളർ കണ്ടുപിടിക്കാനും അത് നമുക്ക് എങ്ങനെ സ്വയം വീട്ടിൽ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ പാർട്ടിയോ ഒക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ ഇങ്ങനെ ചെയ്യാനായിട്ട് കൂടുതലായിട്ട് ആഗ്രഹിക്കുക അല്ലേ. ഇപ്പോൾ ഒരു വലിയൊരു സീസൺ തന്നെ കഴിഞ്ഞ് നമുക്ക് പോയിട്ടുണ്ട്. ഓണം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നവരാത്രി ഉണ്ടായിരുന്നു. ഇനി നമുക്ക് വീണ്ടും ഒരു സീസൺ വരാൻ പോവുകയാണല്ലേ, ഒരു ഫെസ്റ്റീവ് സീസൺ ആയിട്ട് വരാൻ പോവുകയാണ്. ഒരു ഫെസ്റ്റീവ് സീസൺ കഴിഞ്ഞു, ഇനി ഒരു ഫെസ്റ്റീവ് സീസൺ വരാൻ പോവുകയാണ്. ദിവാലി ഉണ്ട്, അതുപോലെ തന്നെ ക്രിസ്മസ് വരുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ന്യൂ ഇയർ ആയി. അപ്പൊ അങ്ങനെ വീണ്ടും ഒരു ഫെസ്റ്റീവ് സീസൺ വീണ്ടും വരാനായിട്ട് പോവാണ്. അപ്പൊ നമുക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ നമുക്ക് ഇങ്ങനെ കളർ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് എങ്ങനെ വീട്ടിൽ ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതും അഫോർഡബിൾ റേറ്റിൽ നമുക്ക് എങ്ങനെ വീട്ടിൽ ചെയ്യാമെന്നാണ്. അതിനേക്കാൾ ഉപരി നമ്മുടെ ഹെയർ ടൈപ്പിന് അനുയോജ്യമായത് നമുക്ക് കണ്ടുപിടിച്ചിട്ട് ചെയ്യാനായിട്ടും പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഗാർണിയറിൻ്റെതാണ്. ഗാർണിയറിൻ്റെ നമ്മൾ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ വരെയും അവൈലബിൾ ആയിട്ടുള്ളതാണ് ഗാർണിയറിന്റെ ഹെയർ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഗാർണിയറിന്റെ കളർ നാച്ചുറൽ അൾട്രാ കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഹെയർ കളറാണ്. ഇത് വെറും 89 രൂപയാണ് ഉള്ളത് കേട്ടോ. 89 റുപ്പീസിന് നമുക്ക് ഓഫറിൽ അവൈലബിൾ ആണ്. ഓൺലൈൻ ആണെങ്കിൽ, ഓഫ്ലൈൻ ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ 199 ആണ്. 200 രൂപയ്ക്കകത്ത് നമുക്കിത് ഓഫ്ലൈൻ ആയിട്ട് കിട്ടും. ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓഫറിൽ ഒരു 89 റുപ്പീസിനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ ഹെയർ ടൈപ്പിന് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പിന് അനുയോജ്യമായിട്ടുള്ള കളേഴ്സ് എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്കുള്ള തന്നെ വെബ്സൈറ്റിൽ വെർച്വൽ ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഞാൻ സൈഡിലായിട്ട് സ്ക്രീൻ റെക്കോർഡ് കാണിക്കാം. അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ പോകും. അപ്പം ട്രൈ ലൈവായിട്ട് നമുക്ക് നമ്മുടെ ഹെയറിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഓരോ ഷെയ്ഡും നമ്മൾ മാറി മാറി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഹെയറിനും നമ്മുടെ സ്കിന്നിനും കൂടി മാച്ച് ആയിട്ടുള്ള കളർ ഏതാണോ അത് നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, ഈ കളർ ചെയ്താൽ നമ്മുടെ ഹെയറിന് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് എങ്ങനെ മാച്ചാകും എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഗോൾഡൻ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, അതുപോലെ തന്നെ ബർഗണ്ടി ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ പല കളർ ഷെയ്ഡ്സും നമുക്കിങ്ങനെ മാറ്റി മാറ്റി നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനും അനുയോജ്യമായിട്ടുള്ള കളർ നമുക്ക് ആ സ്ക്രീനിൽ കാണാം. പിന്നെ നമുക്കൊന്നും നോക്കാനില്ല, നമ്മുടെ സ്യൂട്ടായത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ഓർഡർ ചെയ്യാം. വന്നു കഴിഞ്ഞാൽ നമുക്കിത് പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഈ ഒരു ഇതിനകത്ത് 2 സാധനങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കളർ ചെയ്യാനായിട്ട്. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രീം ഹെയർ കളറിന്റെ ആണുള്ളത്. രണ്ടാമത്തത് ഡെവലപ്പർ മിൽക്ക് ആണുള്ളത് കേട്ടോ. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഈക്വൽ അനുപാതത്തിൽ വേണം എടുത്ത് മിക്സ് ചെയ്യാനായിട്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ആ ഒരു മെഷർമെന്റ് സ്പൂൺ ഏതെങ്കിലും എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഒരു ഡൗട്ടോ അല്ലെങ്കിൽ ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ ഈ രണ്ടും ഈക്വൽ അനുപാതത്തിൽ എടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും പ്ലാസ്റ്റിക് ബൗളോ അതല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് ബൗളോ എടുത്ത് വേണം മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. വേറെ ഒന്നും എടുക്കാനായിട്ട് നിൽക്കരുത്. കളർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ വന്നിട്ട് ഇതിനകത്ത് നോ അമോണിയാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന് ഭയങ്കര പ്രൊട്ടക്ഷനും തരുന്നുണ്ട്. ഹെയർ നന്നായിട്ട് നറിഷ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പൊ ആ ഒരു ഡൗട്ട് നമുക്ക് മാറി കിട്ടി. അപ്പൊ മിക്സ് ചെയ്യാനുള്ളത് രണ്ടും ഈക്വൽ അനുപാതത്തിൽ എടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഗ്ലൗസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കണ്ടീഷണറും അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹെയർ കളർ എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അപ്പൊ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കളർ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യത്തിന് എവിടെയൊക്കെയാണോ നമുക്ക് ഹെയർ കളർ അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഗ്ലൗസ് ഇടാനായിട്ട് മറക്കരുത് കേട്ടോ. ഹെയർ കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് 30 മിനിറ്റ് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം വാഷ് ഓഫ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം.
ഏകദേശം ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഹെയർ കളർ നമ്മുടെ ഹെയറിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഹെയർ വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കണ്ടീഷണർ നമ്മൾ മസ്റ്റായിട്ടും ഇടേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ഹെയർ നന്നായിട്ട് സിൽക്കി ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ കേട്ടോ. എങ്കിലേ നമ്മൾ നല്ലൊരു ഷൈൻ ലുക്കൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ഈ കളർ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ വാഷ് ഓഫ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് കണ്ടീഷണർ അപ്ലൈ ചെയ്യാന്നുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഹെയറിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതിയാവും. റൂട്ടിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് കണ്ടീഷണർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടീഷണർ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ്സ് ഒന്ന് ഹോൾഡ് ചെയ്യണം. ഈ ഹെയറിൽ കണ്ടീഷണർ നന്നായിട്ടൊന്ന് പിടിക്കണം. എങ്കിലാണ് നമ്മുടെ ആ ഒരു ഹെയർ നല്ല സിൽക്കി ആൻഡ് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടിരിക്കുള്ളൂ. നല്ലൊരു ഷൈൻ കിട്ടാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു 5 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ ഹെയറിലൊക്കെ നന്നായിട്ട് ആ ഒരു കണ്ടീഷണർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വാഷ് ഓഫ് ചെയ്തിട്ട് വരാം. എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹെയർ കളർ റൊട്ടീനാണ്. അപ്പോൾ നമുക്ക് ഗാർണിയറിന്റെ നമ്മുടെ എല്ലാവരുടെ സൂപ്പർ മാർക്കറ്റിലും നിയർ കടകളിലും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഗാർണിയർ സെലക്ട് ചെയ്തത്. മറ്റത് ചിലത് നിങ്ങൾ വീണ്ടും ഓൺലൈനായിട്ട് മേടിക്കേണ്ടി മാത്രം വരും. പക്ഷെ ഇതങ്ങനെയല്ല, അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലും എല്ലായിടത്തും ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു കളറാണ്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡാണ് ഗാർണിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമുക്ക് എവിടെയൊക്കെയാണോ ആവശ്യം ആ ഒരു പാർട്ടിൽ മാത്രം നമ്മൾ ഈ ഒരു കളർ അപ്ലൈ ചെയ്താൽ മതിയാവും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്. അതല്ല ഫുൾ ഓൺ ഹെയർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഓൺ ഹെയറിലും അപ്ലൈ ചെയ്യാം. അത് നമ്മുടെ ആ ഒരു പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് കേട്ടോ. ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് ചെയ്യാം, അതല്ല എൻഡ് പാർട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സ്ട്രീക്സ് ആയിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെ. അതൊക്കെ നമ്മുടെ ഒരു ചോയ്സിനെ അനുസരിച്ചിട്ടാണ്. അപ്പൊ ഏതാണ് വേണ്ടതെന്ന് നമ്മൾ സ്വയം തീരുമാനിച്ച് നമ്മൾ സ്വയം ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി വെർച്വൽ ടൂൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് സ്യൂട്ട് ആവുന്ന കളർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഒരു 30 മിനിറ്റ് പരിപാടി മാത്രമേ ഉള്ളൂ. അതും ഇല്ല, നമ്മൾ വെയിറ്റിംഗ് പീരീഡ് ആണ് 30 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് പിന്നെ വാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു കണ്ടീഷണർ അപ്ലൈ ചെയ്യണം, അത്രേ ഉള്ളൂ. ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും